മിനിമം 10ാം ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്ക് നമ്മുടെ റെയിൽവേ നടത്തുന്ന ഗ്രൂപ്പ് ഡി എക്സാമിനേഷൻ്റെ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ റിലീസ് ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. അതിൻ്റെ ഷോർട്ട് നോട്ടീസ് റിലീസ് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇവിടെയായിട്ട് കാണാൻ സാധിക്കും 2025 നമ്മുടെ ഗ്രൂപ്പ് ഡി നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നില്ല. അതാണ് ഇപ്പോൾ ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ മിനിസ്ട്രി ഓഫ് ദി റെയിൽവേൻ്റെ കീഴിലുള്ള നമ്മുടെ റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡ് തന്നെയാണ് ഇവിടെ നോട്ടിഫിക്കേഷൻ വിളിക്കുന്നത്. റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡാണ് വിളിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. നമ്മുടെ സീരിയൽ നമ്പർ ഓർത്തുള്ളത്, നോട്ടീസിൻ്റെ സീരിയൽ നമ്പർ, ഈ സീരിയൽ നമ്പർ ഓർത്തിരുന്നേക്കാൻ നോട്ടിഫിക്കേഷൻ വരുന്നത് അടുത്ത മാസമാണ്. പക്ഷേ ഇവിടെ അടുത്ത വർഷം എന്നും പറയാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സീരിയൽ നമ്പർ 09/2025 ആണ്. അപ്പോൾ ഈ നമ്പറിലൂടെ നിങ്ങൾക്ക് ഈ പോസ്റ്റിനെ എൻറ്റയർലി വരുന്ന സമയത്ത് അപ്ഡേറ്റ് ഒക്കെ വരുന്ന സമയത്ത് ഈ ഒരു സീരിയൽ നമ്പറിലൂടെ ഇതിനെ കറക്റ്റായിട്ട് ട്രാക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. റിക്രൂട്ട്മെൻറ്റ് ഫോർ വാരിയസ് പോസ്റ്റ് ഓഫ് ലെവൽ 1 പോസ്റ്റ്, അത് ലെവൽ 1 എന്ന് പറയുന്നത് നമ്മുടെ ഗ്രൂപ്പ് ഡി ആണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ഇതിൻ്റെ അപേക്ഷ തുടങ്ങാനായിട്ട് പോകുന്ന ഡേറ്റ് എന്ന് പറയുന്നത് മിനിമം 10ാം ക്ലാസ് മതി കേട്ടോ ഇതിനെ അപേക്ഷിക്കാനാണ്. മിനിമം 10th ആണ് ഈ യോഗ്യത. ഇതിൻ്റെ അപേക്ഷ തുടങ്ങുന്നത് 21/1/2026 അപേക്ഷ തുടങ്ങും. 20/2/2026 വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ 18,000 ആണ് ബേസിക് സാലറിയാണ് കേട്ടോ. 18,000 രൂപ ബേസിക് സാലറി ഇതിന് ലഭിക്കുന്നതാണെന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ 10th ആണ് എപ്പോഴും വരുന്നത്. 10th ആണ് ഇതിൻ്റെ വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് വരുന്നത്. മിനിമം 10 മതി. D+ഉം കാര്യങ്ങളൊന്നും പ്രശ്നം വരുന്നില്ല. അത് ആർമിക്കൊക്കെ നോക്കുന്ന പിള്ളേരുണ്ട്. അപ്പോൾ ആ കുട്ടികൾക്ക് ചിലപ്പോൾ ഒരു ഡൗട്ട് തോന്നാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ടാണ് D+ൻ്റെ കാര്യമൊക്കെ പറഞ്ഞത്. ഇവിടെ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ഇത് യൂണിഫോം പോസ്റ്റും അല്ല എന്ന് ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് റെയിൽവേൻ്റെ ജോബാണ്, RRB ജോബാണെന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക. റെയിൽവേൻ്റെ ജോബാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് 18 to 33 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും. 33 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്ന പോസ്റ്റാണിത്. പിന്നെ SC ST അതുപോലെ തന്നെ SC അതുപോലെ തന്നെ ST പിന്നെ OBC ഉദ്യോഗാർത്ഥികൾക്കെല്ലാം പ്രായത്തിൽ ഇളവും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട്. ഇത് കൂടാതെ 22,000 ഒഴിവുകളാണ് 22,000 ഒഴിവുകളാണ് നിലവിലിപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതെന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക. പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇക്കഴിഞ്ഞ ഗ്രൂപ്പ് ഡി അതിൻ്റെ എക്സാമിനേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്, അതിന് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ നേരത്തെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നമ്മുടെ ടീം തന്നെ അത് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. സോ പലരും ചോദിച്ചതാണ് അതിൻ്റെ വേക്കൻസി, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന എക്സാമിൻ്റെ വേക്കൻസി ഇനി കൂടുമോ എന്ന് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കൂടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഇനി ഒരുപാട് വേക്കൻസി അവിടെ ഉണ്ട്, അത് ശരി തന്നെയാണ്. പക്ഷേ ഇങ്ങനെ വരുന്ന നോട്ടിഫിക്കേഷനിൽ ആഡ് ചെയ്ത് വരത്തേ ഉള്ളൂ. അല്ലാതെ ഒറ്റയടിക്ക് മുഴുവൻ വേക്കൻസി റെയിൽവേ ഇടാനുള്ള സാധ്യതയില്ല. അത് നമുക്ക് ഇതിലൂടെ മനസ്സിലായി. 22,000 ഒഴിവുകൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നോട്ടിഫിക്കേഷൻ ഉടനെ റിലീസ് ചെയ്യുന്നതായിരിക്കും. നമുക്ക് പരീക്ഷയും കാര്യങ്ങളൊക്കെ കേരളത്തിൽ തന്നെ ലഭിക്കുന്നതായിരിക്കും എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക. സോ വളരെ നല്ലൊരു മികച്ച അവസരം തന്നെയാണ് വരാനായിട്ട് പോകുന്നത്. മിനിമം 10ാം ക്ലാസ് മതി. ഇപ്പോൾ എക്സാമിനേഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വനിതകൾക്കും പുരുഷന്മാർക്കും അപേക്ഷിക്കാൻ പറ്റുന്ന പോസ്റ്റാണ് ഇത്. അടുത്ത വർഷമായിരിക്കും ഇതിൻ്റെ എക്സാമിനേഷൻ ഉണ്ടാകാൻ ശ്രദ്ധിച്ചിരിക്കുക. 2025 ആണ്. 2024 എക്സാം കറൻറ്റ്ലി ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഇത് ഷെയർ ചെയ്യാനും മറക്കണ്ട. എല്ലാ അപ്ഡേറ്റുകളും കൃത്യമായിട്ട് ഇതുപോലെ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും.